ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ്. കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ മുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള അബ്ബാസി അതിന് മറുപടി പറഞ്ഞില്ല. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എൻ്റെ കുട്ടി അത്തരത്തിലുള്ള ഒരു വ്യായാമ മുറ പരിശീലിക്കേണ്ട എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇടകലരിൽ വിഷയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൻ്റെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. യൂണിഫോം ആണല്ലോ സ്കൂളുകളിലൊക്കെ, അപ്പം അത്തരത്തിലുള്ള വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്താണെങ്കിലും അങ്ങനെ ഒരു പാരൻസ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ, അവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി സർക്കാർ ചെയ്യേണ്ടതിരുന്നു. പിന്നെ സൂംബ ഡാൻസ് അല്ലാതെ ഇനിയും വ്യായാമ മുറകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതൊക്കെ പരിശീലിക്കാലോ. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. ഞാൻ തിരിച്ചതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഗോപികൃഷ്ണൻ, ബഹുമാന്യനായ ഗോപികൃഷ്ണനോട്, താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി, എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഞാൻ പറയാം ഡോക്ടർ അബ്ദുള്ള അബ്ബാസി, ഒരു സെക്കൻഡ് ഞാൻ പറയാം ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ഒരു ഭാഗം പറഞ്ഞല്ലോ, അതിന്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിച്ച് താങ്കൾ വിശദീകരിച്ചോളൂ. അതായത് ലോകത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ അബ്ദുള്ള അബ്ബാസി ഒരു സെക്കൻഡ് താങ്കൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ച് വരുന്നതും ഈ സൂംബ നൃത്തവുമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാ ഞാനൊരു മറുപടി പറയട്ടെ. അത് വിശദീകരിച്ചോളൂ. ഒരു മിനിറ്റ്. ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിന്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗാ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കുട്ടികൾക്ക് തൊട്ടടുത്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അതിനോട് ചേർന്ന് ആ കിഡ്സിനെ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പല സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമ്പോൾ അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായതും സ്വീകരിക്കപ്പെട്ടതും പിന്തുടരുന്നതുമായ മാർഗങ്ങളുണ്ട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി? താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ, സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? എന്തുകൊണ്ട് സൂംബ മാത്രം? അത് താങ്കൾ പറയും. ഒരുപാട് അത് സർക്കാരിന്റെ തീരുമാനമാണ്. സൂംബ ഡാൻസ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സൂംബ കളിച്ചാൽ കുഴപ്പം? മറ്റ് ഡാൻസുകൾ പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല? എന്തുകൊണ്ട് സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ ചോദ്യത്തിന് മറുപടി, സൂംബ കളിച്ചാൽ എന്താണ്? അത് പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രമാണെന്നുള്ളല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സൂംബ കളിക്കില്ല എന്നാണ് പ്രശ്നം. സൂംബ മാത്രമാണോ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂംബ കളിക്കില്ല എന്നുള്ളതാണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? ഒന്ന്, എന്തുകൊണ്ട് സൂംബ കളിച്ചുകൂടാ എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് എന്ത് ചെയ്തു, നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അതൊരു അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്. അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. ജനാധിപത്യമാണ് ഇവിടെ. ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോഴും ചർച്ചകൾ വേണം.
അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കളിച്ചാൽ എന്താണ് പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. യെസ്, പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. അല്ല മാവോ അല്ലല്ല, ഇത് സർക്കാരിന്റെ നിർബന്ധിത പരിപാടി, അതിനോടുള്ള ജനാധിപത്യ പരമായ പിന്നെ നിങ്ങളുടെ വിയോജിപ്പ് അതൊന്നല്ല പ്രശ്നം. സൂംബ കളിച്ചാൽ എന്താണ് അല്ല അതൊക്കെ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള അബ്ബാസി അതിന് മറുപടി പറഞ്ഞില്ല. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ ഏതൊരു കാര്യത്തിന് ഇപ്പോ യോഗ എന്ന് പറയുന്നത് ഒരു വളരെ ബ്ലാങ്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൂംബ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിട്ട് എന്തെങ്കിലും തുള്ളി കളിക്കുക എന്നുള്ളതല്ല, അതിന് അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതിനിപ്പോ ഇവിടെ യോഗ പറഞ്ഞു, യോഗയോട് വിയോജിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? യോഗ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഉണ്ട്, മതമില്ലാത്തവർ പോലും ഉണ്ട്. അതുപോലെ സൂംബ എന്നുള്ളതിന്റെ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നുവല്ല സർ, തീർച്ചയായിട്ടും അല്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ സൂംബായുടെ ഏത് കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? സൂംബ കൊണ്ടുവരുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ കൾച്ചറാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ചില പ്ലഷർ നേടുന്നതിലൂടെ, ഈ ഡോപ്പമിൻ റഷുകളിലൂടെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. അങ്ങനെ ഒരു എൻജോയ്മെന്റ് കൾച്ചറിനെയാണ് സൂംബ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ കുറച്ചുകൂടി ഒരു ലോങ് ടേം പ്ലഷർ സീക്കിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസ് സീക്കിങ്ങിനെ വിശ്വസിക്കുന്ന അത്തരം ഒരു ലോക വീക്ഷണത്തെ ആക്ടിവിറ്റി. ഡോക്ടർ അബ്ദുള്ള അബ്ബാസി, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അത് സംഗീതവും നൃത്തവും ഇടകലർത്തിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലെ സാംസ്കാരിക ഘടകങ്ങളുണ്ട്. ഞാൻ താങ്കളോട് അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല, അങ്ങനെ ഉണ്ട്. കാരണം അത് ഇവിടെ ഉണ്ടായതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അതിന് വൈദ്യശാസ്ത്രപരമായി അതിൽ തെളിയിക്കപ്പെട്ടുള്ള അതിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? എന്റെ ചോദ്യം, അങ്ങനെ സൂംബ കളിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഇല്ലാതാകുന്നത്? എന്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക് അതിന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനോട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇമ്പോസിംഗ് ആണ്. അത് എന്തുകൊണ്ട് ഒരുപാട് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അതിന് ഞാനൊരൊറ്റ കാര്യം ഡോക്ടർ അബ്ദുള്ള അബ്ബാസി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, ഈ ഞങ്ങൾ എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ ഞങ്ങളിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനോട് വിയോജിപ്പുള്ള എല്ലാവരും. ജനാധിപത്യ രാഷ്ട്രത്തിൽ വിയോജിപ്പും യോജിപ്പും ഉണ്ടാവും. യോജിപ്പുള്ള എല്ലാവരും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിയോജിപ്പുള്ളവരെ കുറിച്ചാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ്. കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ മുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികോല്ലാസം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ലഹരി തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്ന പ്രായത്തിലുള്ള ഒരു മനസ്സ് അതിനെ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടുന്നു, അതിന് സാധിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഇത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതത്തിനും എതിരല്ലാത്ത ഈ ഒരു നിർദ്ദേശത്തിനെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. പൂർണ്ണമായും സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പെണ്ണും ഇറുകിയ വസ്ത്രമിട്ട് അല്പവസ്ത്രധാരികളായി ഒന്നിച്ച് ഇടകലർന്ന് ആഭാസ നൃത്തം ചവിട്ടുന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്ന മണ്ടന്മാരെ മുഖ്യധാരാ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇവരുടെ ആശയങ്ങൾ അങ്ങേയറ്റം വിമർശനാത്മകമാണ്, അങ്ങേയറ്റം പുരോഗമനത്തെ എതിർക്കുന്നതാണ്, അങ്ങേയറ്റം ഈ പ്രാകൃത അപരിഷ്കൃത മധ്യകാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂംബ എന്ന ഡാൻസ് പ്രോഗ്രാമിനെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ അതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. അത് നല്ലൊരു ഭാവി ആ കുട്ടികൾക്കുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കറക്റ്റാണ്.
കറക്റ്റ് ആണല്ലേ? കറക്റ്റാ, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. സന്തോഷായി. Mata lumba tenaki